ശബ്ദത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആവിഷ്കാരമാണ് സംഗീതം. കാലത്തിനും മിഴിവും ജീവനും നൽകിയ സാർവത്രികമായ ലോകഭാഷ. പ്രകൃതിയിലെ സർവവും സംഗീതികമാണെങ്കിലും സ്വച്ഛമായ സ്വരങ്ങൾ കൃത്യമായി വിന്യസിച്ച് ഒഴുകിയെത്തുമ്പോൾ അത് ആത്മാവിനെ തന്നെയാണ് സ്പർശിച്ച് കടന്നു പോകുന്നത്. തിരുവനന്തപുരം കേരളത്തിന് ഒരു സംഗീത സംസ്കാരം തന്നെ ഉണ്ടാക്കിക്കൊടുത്ത സ്വാതി തിരുനാളിൻ്റെ നാട്. സംഗീതത്തിന് എക്കാലത്തും വളക്കൂറുള്ള സാംസ്കാരിക ഭൂമിക. സംഗീതം നെഞ്ചിലേറ്റിയ ഒരു പിടി ആസ്വാദകരും ശ്രുതിമധുരമായി പാടുന്ന ഒരു കൂട്ടം ഗായകരും ഒരു മനസ്സോടെ സമ്മേളിച്ചപ്പോൾ കാലം അതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഇവിടെ ഒരു സംഘടന പിറവികൊള്ളുകയായിരുന്നു. സംഗീതിക. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകീണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകീണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ. ഡോക്ടർ അനിൽകുമാർ PS, ശ്രീ ആർ ശ്രീകുമാർ. സംഗീതാസ്വാദകരായ ഈ ഇരുവരും മുൻകൈയെടുത്ത് 2020 തുടങ്ങിയ സംഗീത പ്രേമികളുടെ ഒരു ചെറു വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് 100ഓളം അംഗങ്ങളുള്ള തലസ്ഥാന നഗരിയിലെ ഒരു പ്രമുഖ കലാസാംസ്കാരിക സംഘടനയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സംഗീതം, നൃത്തം, ഉപകരണ സംഗീതം എന്നീ മേഖലകളിൽ അഭിരുചിയും പ്രാവീണ്യവും ഉള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനവും മതിയായ പരിശീലനവും നൽകി പൊതുവേദികളിൽ അവസരം നൽകുക എന്നതാണ് സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യം. നമ്മുടെ ഇടയിൽ പാടാൻ കഴിവുള്ളവർ വളരെയധികമാണ്. പലർക്കും അവർ അർഹിക്കുന്ന തരത്തിൽ ഉയർന്നു വരാൻ കഴിയുന്നില്ല. ഇതിനൊരു മാറ്റം വരണം. കഴിഞ്ഞ 1.5 വർഷമായി സംഗീത സന്ധ്യ എന്ന പ്രോഗ്രാം വഴി വളരെയധികം പ്രതിഭാധനന്മാരായ ഗായകരെ കണ്ടെത്താൻ സംഗീതം കഴിഞ്ഞിട്ടുള്ളത് ഒരു അഭിമാനകരമായ വസ്തുതയായി ഞാൻ കരുതുന്നു. സംഗീതത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രം സംഗീതത്തോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം സുമനസ്സുകളാണ് സംഗീതയുടെ ശക്തി. സംഗീതിക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നത് ഈ സംഗീതയുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ്. അതിന് നിരന്തരം പരിശ്രമിക്കുന്ന ശ്രീ മാത്യു പണിക്കർ, സംഗീതത്തോടൊപ്പം നിൽക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. 2 വർഷ കാലയളവിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും കൃത്യതയോടെയും അതിൽ കൂടുതൽ പ്രതിബദ്ധതയോടെയും സംഗീതയിലെ കലാകാരന്മാരെ ഒരു വേദിയിൽ അണിനിരത്തിക്കൊണ്ട് പ്രതിഭാസ പരിപാടികൾ എല്ലാ 2ാം ശനിയാഴ്ചയും നടത്തി വരുന്നു. സംഗീതയിലെ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാഹിത്യ അഭിരുചിയുള്ള ഏവർക്കും നമ്മുടെ സംഘടനയിലെ ഒരു പുതിയ ഗ്രൂപ്പ് ലിറ്റററി ക്ലബ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോം ചെയ്തിട്ടുണ്ട്. സംഗീതികയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നായ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു സംഗീതികയിലെ ഭാരവാഹികൾ. സർവതോന്മുഖമായ വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും പിന്നിൽ ഒരു കൂട്ടം ആത്മാർത്ഥത കൈമുതലായുള്ള
ഒരു പറ്റം കലാസ്നേഹികളുടെ നിസ്സീമമായ പ്രവൃത്തിയും സഹകരണവും ഉണ്ടെന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാം. 28/12/2022 തിരുവനന്തപുരം ശ്രീമൂലം ക്ലബ്ബിൽ വെച്ച് ഔദ്യോഗിക ഉദ്ഘാടനം പ്രമുഖ നിർമ്മാതാവും നടനുമായ ശ്രീ ദിനേശ് പണിക്കർ നിർവഹിച്ചു. സംഘടനയുടെ രക്ഷാധികാരി കൂടിയായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമസ്കാരം. ഏകദേശം 2 വർഷം മുമ്പ് സമാന ചിന്താഗതിയുള്ള മ്യൂസിക് ലവ് ചെയ്യുന്ന കുറേ പേര് ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു മ്യൂസിക് ക്ലബ്ബാണ് സംഗീതിക. ഞാനിപ്പോൾ അതിൻ്റെ പേട്രനാണ്. അങ്ങനെ ഈ ക്ലബ്ബ് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. മ്യൂസിക് ലവ് ചെയ്യുന്ന, മ്യൂസിക് പാട്ട് പാടുന്ന, ആസ്വദിക്കുന്ന എല്ലാവരും ചേർന്ന് മാസം തോറും ഇത് ഒരു ആഘോഷമാക്കി മാറ്റി. നമുക്ക് ഈ ലിമിറ്റഡ് സർക്കിളിൽ മാത്രം പാട്ടുപാടി ആസ്വദിക്കുകയും റീച്ച് എത്തുകയും ചെയ്യുന്ന ഈ സംഗീതിക എന്തുകൊണ്ട് വേൾഡ് വൈഡായിട്ട് യൂട്യൂബ് ചാനൽ മുഖേന കുറച്ചുകൂടി ഒരു റീച്ച് എത്തിക്കൂടാ? അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തയിൽ നമ്മൾ എല്ലാവരും, ഞങ്ങളുടെ സിംഗേഴ്സ് എല്ലാവരും തന്നെ വേൾഡ് വൈഡ് ഫേമസ് ആകാൻ പോകുന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓൾ ബെസ്റ്റ് വിഷസ്. ഈ സംഗീതികയുടെ ന്യൂ യൂട്യൂബ് ചാനലിന് ബെസ്റ്റ് ഓഫ് ലക്ക്. 2023 ഡിസംബർ 30 സംഗീതികയുടെ പ്രഥമ വാർഷിക നവവത്സര ദിനാഘോഷങ്ങൾ ഭാരത് ഭവനിൽ വെച്ച് അരങ്ങേറിയപ്പോൾ അതിൻ്റെ മുഖ്യാതിഥി ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയായിരുന്നു. സമാനതകൾ ഇല്ലാത്ത ആ സാംസ്കാരിക നായകൻ്റെ സാമീപ്യം അംഗങ്ങൾക്ക് പകർന്നു നൽകിയ ഊർജം വളരെ വലുതായിരുന്നു. യഥാർത്ഥ സംഗീതം എന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവർ പാടുമ്പോഴാണ്, ഒന്നും പ്രതീക്ഷിക്കാതെ പാടുമ്പോഴാണ്, മറ്റുള്ളവർക്ക് സംഗീതം ആശ്വസിക്കുമ്പോഴാണ്, ആശ്വാസമാകുമ്പോഴാണ്. സംഗീതികയുടെ പുതിയ ലോഗോ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി പ്രകാശനം ചെയ്തപ്പോൾ അംഗങ്ങളുടെ അഡ്രസ് ഡയറക്ടറിയുടെ പ്രകാശനം ജീവൻ TV മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബേബി മാത്യു സോമതീരം നിർവഹിച്ചു. വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഓരോ പ്രാവശ്യവും ഈ സംഗീതിക എൻ്റെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അതിന് കാരണം ഇതിന് വളരെ ശക്തമായ ഒരു ടീം ഈ സംഗീതികയുടെ പിന്നിൽ സദാസമയം അതിന് ഭംഗിയായി കൊണ്ടുപോകാൻ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നൊന്ന്, നമ്മൾ അംഗങ്ങളെല്ലാവരും തന്നെ മിക്കവാറും പേര് മനോഹരമായി പാടുന്നവരാണ്. മറ്റുള്ള സംഗീത സംഘങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സംഗീതിക. ആരംഭകാലം മുതൽക്കേയുള്ള സംഗീതയുടെ എല്ലാ പരിപാടികൾക്കും സജീവമായി പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പുതുതായി സംഗീതിക ആരംഭിക്കുന്ന യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസയും നേരുന്നു. അതുവഴി നമ്മുടെ സംഗീതികയിലെ ഗായകർക്ക് മലയാള സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു അർഹമായ സ്ഥാനം ഉറപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഒരു ഓഫീസ് ബെയർ എന്ന നിലയിൽ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് എനിക്ക് ഒരു ഡെഡിക്കേറ്റഡ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗായകൻ എന്ന നിലയിൽ എനിക്ക് പാടാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നതും സംഗീതയിലാണ്. എല്ലാവർക്കും നമസ്കാരം. സംഗീതിക ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ കുടുംബാംഗങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നിറവേറുന്നത്. സ്വന്തമായുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒപ്പം ആശംസകൾ. മറന്നു മകളെ എല്ലാം മറക്കുവാൻ പഠിച്ചു. ഒരു വാക്കുമില്ലാതെ ഒരു നോക്ക് കാണാതെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം
സാനൂരിൽ വിലോലമേഘമാ. എവ്രി വൺ ഇതിൻ്റെ പിറകിൽ എടുത്ത ആ പെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത് നിന്ന് കണ്ടതുകൊണ്ട് ഒന്നുകൂടെ നിങ്ങളെ കൂടെ കൺവേ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇതിനകത്തുള്ള ഓരോ മെമ്പേഴ്സും ഓരോ പ്രസ്ഥാനമാണെന്ന് ഞാനിപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൃദയം ഒരു വീണയായി ഇവിടെ ഇവർ ഒരൊറ്റ കുടുംബമാണ്. ആസ്വാദകരും ഗായകരും വേർതിരിവില്ലാതെ ഒരുപോലെ പാട്ടിൻ്റെ മാസ്മരികതയിൽ സ്വയം മറന്നില്ലാതാകുന്ന അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് സംഗീതസാന്ദ്രമായ ഓരോ പരിപാടിയും സമാപ്തമാകുന്നത്. സംഗീതിക ഒരു ആവേശമാണ്. അതിർവരമ്പുകളില്ലാത്ത ആലാപനത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും യാത്രയിൽ ഈ കൂട്ടായ്മ വെറുമൊരു ഇടത്താവളം മാത്രമല്ല, ഒരു ഊർജ സ്രോതസ്സു കൂടിയാണ്. കേവലം ശബ്ദങ്ങളുടെ ഒരു പരമ്പരയെ ആത്മാവുള്ള സംഗീതമാക്കി മാറ്റുന്ന കഴിവുറ്റ സംഗീതജ്ഞരെ, ഗായകരെ വാർത്തെടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം ഊർജദായകരുടെ ഒരു സൗഹൃദ കൂട്ടായ്മ. പറക്കാം ഇനി ഒരുമിച്ച്. മുകളിൽ ആകാശമുള്ളിടത്തോളമല്ല, ഉള്ളിൽ സംഗീതമുള്ളിടത്തോളം. സംഗീതികയ്ക്കൊപ്പം.